വിഷ്ണു, പൊതുവിൽ എങ്ങനെയാണ് ഈ പോസ്റ്റൽ ബാലറ്റുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ട്രെൻഡ്? പുതിയ പുതിയ റീജൻ തിരിച്ചൊക്കെ കിട്ടുന്ന വിവരങ്ങൾ കുറെ കൂടി പറഞ്ഞാൽ വിവരങ്ങൾ. ശരത്, എന്തായാലും പോസ്റ്റൽ ബാലറ്റ് എണ്ണുമ്പോൾ NDAക്ക് തന്നെയാണ് ഒരു മുൻതൂക്കം ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. 43-27 എന്ന നിലയിലാണ് NDA 43 സീറ്റുകളിൽ NDA ലീഡ് ചെയ്യുന്നു. അതിൽ BJP 19 സീറ്റിലും JDU 16 സീറ്റിലും LJP രാംവിലാസ് പാസ്വാൻ വിഭാഗം LJP 4 സീറ്റിലുമാണ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ മഹാസഖ്യം 27 സീറ്റുകളിലാണ് മഹാസഖ്യം ലീഡ് ചെയ്യുന്നത്. അത്തരത്തിൽ NDAക്ക് ഒരു മുൻതൂക്കം തന്നെയാണ് നമുക്ക് ആദ്യ പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാഘോപൂർ മണ്ഡലത്തിൽ മഹാസഖ്യത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുള്ള തേജസ്വി യാദവ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ താരാപൂർ മണ്ഡലത്തിൽ നിന്ന് ഇപ്പോഴത്തെ BJP ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള സാമ്രാജ് ചൗധരി ലീഡ് ചെയ്യുന്നുണ്ട്. മിഥിലി താക്കൂർ ഗായികയാണ്. ഇത്തവണ BJPയിൽ ചേർന്ന് ടിക്കറ്റ് കിട്ടിയ സ്ഥാനാർത്ഥിയാണ് മിഥിലി താക്കൂരും ഇപ്പോൾ ലീഡ് ചെയ്യുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിൽ 46-30 എന്ന നിലയിലേക്ക് എത്തുന്നു. ഈ മഹാസഖ്യം 30 സീറ്റിൽ മുന്നിട്ട് നിൽക്കുമ്പോൾ ഇടതുപക്ഷം 3 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു എന്ന നിലയിലേക്ക് എത്തുന്നുണ്ട്. ദീപകുമാരി ഇപ്പോൾ ലീഡ് ചെയ്യുന്നുണ്ട്. മിഥിലി താക്കൂർ ലീഡ് ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ ഈ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളൊക്കെ തന്നെ ആദ്യ പോസ്റ്റൽ വോട്ട് എണ്ണുമ്പോൾ മുന്നിട്ട് നിൽക്കുന്ന തന്നെയാണ്. വിഷ്ണു, ഇടതു പാർട്ടികളാകെ ആ മുന്നണിയിൽ എത്ര ഇടങ്ങളിലാണ് മത്സരിക്കുന്നത്? ശരത്ത്, 33 സീറ്റുകളിലാണ് ഇടത് പാർട്ടികൾ മഹാസഖ്യത്തിൻ്റെ ഭാഗമായി മത്സരിക്കുന്നത്. CPIML 20 സീറ്റുകളിൽ CPIML മത്സരിക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ 12 സീറ്റുകൾ CPIML നേടാൻ കഴിഞ്ഞിരുന്നു. CPIML 20 സീറ്റിലും അതോടൊപ്പം തന്നെ CPI 9 സീറ്റിലും CPIM 4 സീറ്റിലുമാണ് മത്സരിക്കുന്നത്. അത്തരത്തിൽ ആകെ 33 സീറ്റുകളിൽ ഇത്തവണ ഇടതുപക്ഷം മത്സരിക്കുന്നുണ്ട്. കഴിഞ്ഞ 2020 തെരഞ്ഞെടുപ്പിൽ 16 സീറ്റുകളിൽ ഇടതുപക്ഷത്തിന് ജയിക്കാൻ കഴിഞ്ഞിരുന്നു. അതായത് 12 സീറ്റുകളിൽ CPIMലും 2 സീറ്റ് വീതം CPIയും CPIMും കഴിഞ്ഞ തവണ നേടിയ ഒരു സാഹചര്യം ബീഹാറിലുണ്ട്. അത്തരത്തിൽ വലിയൊരു സ്ട്രൈക്ക് റേറ്റ് കഴിഞ്ഞ തവണ ബീഹാറിൽ ലെഫ്റ്റിന് നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തവണ കൂടുതൽ സീറ്റുകളിലേക്ക് മത്സരം.